Namaskaram, ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വ്ളോഗാണ് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വ്ളോഗ് ആണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കുത്തിയിരുന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഈ വ്ളോഗ് ശരിക്കും ഞാൻ എടുത്തിരുന്നത് ഒരു വർഷം മുന്നെയാണ്. ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്കൊരു ചെറിയൊരു മൈൻഡിൽ വന്നതേ ഉള്ളായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ഉള്ളത്. ആ ഒരു പേർപ്പസ് വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് വ്ളോഗ് ചെയ്തത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് യൂട്യൂബ് ഭയങ്കര ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്. മൈൻഡ് മാറുന്നു, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫൈനലി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ആ വ്ളോഗ് ഇടാൻ പറ്റിയൊരു സമയം എനിക്ക് ഇപ്പോഴാണ് വന്നത്. കാരണം ആ വ്ളോഗ് എടുത്തേക്കുന്നത് ഞാൻ വിന്റേഴ്സിലാണ്. വിന്റേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല സ്നോഫോൾ ഉള്ള ടൈം. സ്നോഫോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ വ്ളോഗ് എടുത്തേക്കുന്നത് എവിടെയാണെന്ന്. അപ്പം ഞാൻ വ്ളോഗ് എടുത്തേക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഡൽഹൌസി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിലൊരു 10-25 വർഷം ജീവിച്ചത് ഹിമാചൽ പ്രദേശിലാണ്, സുർഗാണി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം എനിക്ക് എപ്പോഴും പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയർ ഒരു ജനുവരി ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നെടുമ്പാശ്ശേരി ടു ആസാം ടു അമൃത്സർ, ദെൻ ജലന്ധർ, ദെൻ ഹിമാചൽ പ്രദേശ്, അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പം ആസാമിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് 3-4 മണിക്കൂർ അങ്ങോട്ട് ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ചെറിയതായിട്ടൊരു ചെറിയൊരു ബാലാജി ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഇടാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നവംബർ കഴിഞ്ഞു, ഡിസംബർ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിൻ്റർ വെക്കേഷൻസ് എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നോർത്തിലോട്ടാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ സ്നോഫോളൊക്കെ വന്നു തുടങ്ങും. ഇപ്പോഴേ അവിടെ സ്നോഫോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ വ്ളോഗ് എടുത്തേക്കുന്നത് വലിയ ഒരു എന്താ പറയുക വ്ളോഗിങ് ടൈപ്പ് അല്ല. കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ കയ്യിൽ ക്യാമറയില്ല, പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഫോണിൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മറന്നേക്കണം. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് അടിച്ചാൽ മതി. ആൻഡ് ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്താൽ മതി. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് മൗണ്ടെയിൻസ് ഇഷ്ടമാണ്, സ്നോഫോൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഹിമാചൽ പ്രദേശ് തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ആൻഡ് ഇതാണ് ഒരു കറക്റ്റ് ടൈം. വിൻറ്റേഴ്സിൽ പോയിട്ടാണ് അവിടെ കാര്യമുള്ളൂ. ഡൽഹൌസി ആയാലും കുല്ലു മനാലി, ഷിംല ഒക്കെ ഈ സമയത്താണ് പോകേണ്ടത്. ഞങ്ങൾ കുല്ലു മനാലി പോയിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങളുടെ ഹണിമൂണിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ സമയത്ത് യൂട്യൂബിൻ്റെ ഒരു ചിന്താഗതി മൈൻഡില്ല. അപ്പോൾ അതൊന്നും എടുക്കാൻ എന്തായാലും പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഇട്ടിട്ടും വലിയ പ്രയോജനമില്ല. ഇതെന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ലോങ് വീഡിയോ ആയത് കാരണം 2 ദിവസം ആയിട്ടായിരിക്കും വീഡിയോസ് വരിക. ഞങ്ങൾ ആകെപ്പാടെ 4 ദിവസം അവിടെ ഉണ്ടായുള്ളൂ. ജലന്ധർ എത്തി, നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡൽഹൌസിക്ക് പോയി, അവിടെ നിന്ന് സ്റ്റേ ചെയ്തു. ആൻഡ് 3rd ഡേ ഞങ്ങൾ തിരിച്ചു വന്നു. 4th ഡേ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ടും വരണം. അപ്പം ഭയങ്കര ഒരു ടൈറ്റായിട്ടൊരു സ്കെഡ്യൂളും ആയിരുന്നു. ആൻഡ് അവിടെ ചെന്നപ്പോൾ ആകെപ്പാടെ വെതറും ഭയങ്കര മോശമായി, ബ്ലോക്കായി, റോഡൊക്കെ ജാമായി, ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, ആകെപ്പാടെ ഒരു ബഹളമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പിന്നെയും എടുത്തെടുത്ത് പറയുകയാണ്, ഈ വീഡിയോ ഞാൻ 1 വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മീഡിയമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്, എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് അത് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പം നമുക്കിനിയും ഇങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.
ചെയ്തു. ഗുവാഹട്ടിയിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടുന്ന് പിന്നെ നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ടു അമൃത്സർ. അപ്പം 9:35 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗുവാഹട്ടി ലാൻഡ് ചെയ്യും. അപ്പം ഇന്ന് അമൃത്സർ എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. ചേച്ചിയുടെ വീട് ജലന്ധറാണ്. അവിടുന്ന് നാളെ മോർണിംഗ് ആയിരിക്കും ഞങ്ങൾ ഡൽഹൗസി ഖജിയാറൊക്കെ പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ ലാൻഡ് ചെയ്തിട്ട് ഗുവാഹട്ടി ലാൻഡ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ബൈ ബൈ. ഹലോ, അപ്പോൾ ഞങ്ങളിതേ ഗുവാഹട്ടി എയർപോർട്ടിലെത്തി. ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ 6 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിവിടെ ഗുവാഹട്ടിയിൽ ലേ ഓവറുണ്ട്. ഇവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ഞങ്ങൾക്ക് അമൃത്സറിലേക്ക്. അവിടുന്ന് ഞങ്ങൾ ജലന്ധറിലേക്ക് പോകും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പം. അപ്പോൾ ഇന്നത്തെ ഫുൾ ട്രിപ്പ് ഇങ്ങനെ യാത്രയിൽ തന്നെ പോകും. അപ്പം ഞങ്ങൾ എന്താ ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊച്ചി ടു ഡൽഹി എടുക്കേണ്ടി വന്നേനെ. അത് വേണ്ട, ആ ഒരു റൂട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ആസാം വഴി ഗുവാഹട്ടി പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ഇനിയും 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ഇനിയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ഞങ്ങളിത് ബാഗേജ് എടുത്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകും. അത് കഴിഞ്ഞ് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട്, എന്തായാലും 6 മണിക്കൂർ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ട് തിരിച്ച് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പ്ലാന്. ഇപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. ഇപ്പം 10 മണിയാവുന്നു രാവിലെ. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും നോക്കാം, നല്ല റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഫുഡ് കോർട്ടിൽ വന്നേക്കാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ, അതായത് ഗുവാഹട്ടി എയർപോർട്ടിൻ്റെ ഒരു 2 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ളൊരു ഫുഡ് കോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ശരിക്കും ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി, ഇവിടെ കാമാഖ്യ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളുണ്ട്. പക്ഷേ ഇവിടുന്ന് ഒരു 10-21 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി ഒന്ന് കണ്ട് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റാണ്, കത്ത് റേറ്റാണ്. ടാക്സി ആയാലും ഓട്ടോ ആയാലും ബസ് ഫെയർ ആയാലും ഒക്കെ ഭയങ്കര റേറ്റ്. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി. പിന്നെ നമുക്കൊരു ടൈമിൻ്റെ ഷോർട്ടേജും ഉണ്ട്. 1 മണിക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് പുറത്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വെച്ചിട്ട് ഒരു ഫുഡ് കോർട്ടിൽ കയറിയപ്പോൾ കഥയെ മാറി. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഇഡ്ഡലി ദോശയൊക്കെ എത്ര രൂപയ്ക്ക് കിട്ടും കേട്ടോ? ഒരു മസാല ദോശയ്ക്ക് എത്ര രൂപയാണ്? അല്ല, നമ്മുടെ നാട്ടിൽ 80 രൂപ ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ ഇവിടെ 300 രൂപയാണ് ഒരു മസാല ദോശയ്ക്ക്. അപ്പം പിന്നെ എയർപോർട്ടിൻ്റെ പുറത്തായത് കാരണം, ആ ഒരു ഏരിയ വരുന്ന കാരണം കുറച്ചും കൂടി ഒരു റേറ്റിന് ഡിഫറൻസും വരും. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വാഷ് ഏരിയ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ സാനിറ്റൈസറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏട്ടൻ കഴിച്ചു തുടങ്ങി, കഴിയാറായി. ഞാനിപ്പോൾ ഇവിടെ വ്ളോഗും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക സാൻഡ്വിച്ചാണ്. ഏട്ടനൊരു മസാല ദോശ ഓർഡർ ചെയ്തു, പിന്നെ ഒരു പെപ്സി ഓർഡർ ചെയ്തു. നല്ല കത്തി റേറ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ടേസ്റ്റും ഇല്ല. നോർത്ത് ഇന്ത്യൻ മസാല ദോശ, നോർത്ത് ഇന്ത്യൻ സാമ്പാർ, നോർത്ത് ഇന്ത്യൻ ചട്നി, അങ്ങനെ. എന്തായാലും ഇനിയും കഴിച്ചിട്ട് ഞങ്ങൾ എന്താ
എന്താ ചെയ്യാം, എയർപോർട്ടിൽ പോവാണ് തിരിച്ച്. എയർപോർട്ടിൽ തിരിച്ച് പോകാനും ഞങ്ങൾ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കാമാഖ്യ ടെമ്പിൾ പോകാമെന്നും വെച്ചിട്ടായിരുന്നു. പക്ഷേ ആൾക്കാരോടൊക്കെ ഇവിടെ ചോദിച്ചപ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാണ്, 1.5 മണിക്കൂറൊക്കെ എടുക്കും പോകാനും. ഇതൊരു റെയിൽവേ ട്രാക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു ചെറുക്ക്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടെ അടുത്ത് തന്നെ വേറൊരു ടെമ്പിളുണ്ട്, ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ 1 മണിക്കൂർ കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ബാലാജി ടെമ്പിൾ പോയിട്ട് അവിടെ കണ്ടിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ തന്നെ ഊബർ വിളിച്ചിട്ട് ഇപ്പോൾ ഊബറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം ബാലാജി ടെമ്പിൾ എങ്ങനെയാണെന്ന്. ഞാനെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടാൽ പോരെ, ഇവിടെ വന്നിട്ട് ഇനി ഒന്നും കണ്ടില്ല എന്നുള്ളൊരിത് വേണ്ടല്ലോ. ഇപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടേ, ആസാമൊക്കെ പിന്നെ വരാൻ പറ്റുമോ. അപ്പോൾ അത് കാരണം അപ്പം ഞങ്ങൾ ഇങ്ങനെ ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ അവിടെ ബാലാജിയിൽ അമ്പലത്തിൽ ചെന്നിട്ട് തരാം. അപ്പോൾ ഈ ഒരു കുറച്ച് പോർഷൻ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ബാലാജി ടെമ്പിളിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഭജൻ, കീർത്തൻ, അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ അതിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ബാലാജി ടെമ്പിളിൽ നിൽക്കുകയാണ്. ഞാൻ തൊഴുതിട്ട് പുറത്ത് വന്നേക്കാണ്. ഏട്ടനകത്ത് തൊഴുതാൻ പോയേക്കാണ്. കാരണം ഞങ്ങളുടെ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ സൂട്ട് കേസിന് ഒരു നോക്കണമല്ലോ. പിന്നെ അവിടെ ക്ലോക്ക് റൂം അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യമേ പോയി തൊഴുതിട്ട് പിന്നെയാണ് ഏട്ടൻ പോയി തൊഴുത്. അപ്പോൾ അകത്തെ അമ്പലം എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല മാർബിൾസ് ഒക്കെ ഇട്ട്, വൈറ്റ് മാർബിൾസ് ഒക്കെ ഇട്ട് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രസമാണ്. അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ കൈ ഇങ്ങനെ മേളിലിങ്ങനെ തണൽ പോലെ പിടിച്ചേക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഗാർഡൻ പോലെയാണ്, വലിയ ഗാർഡനാണ്. അവിടെ നമുക്ക് ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം, റിലാക്സ് ചെയ്യാം. അപ്പം നല്ലൊരു അമ്പലമായിരുന്നു. ഞങ്ങൾക്ക് ടൈം ലിമിറ്റേഷൻ ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഇത്ര ദൂരമേ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ആയിരുന്നു പ്ലാൻ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്രസാദം പോലെ കിട്ടിയായിരുന്നു കഴിക്കാനായിട്ട്, അരിയുടെ ഒരു പായസം പോലെ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അമ്പലം ആണെങ്കിലും നല്ല രസമാണ്. അമ്പലം നമ്മുടെ സൗത്ത് ഇന്ത്യൻ തിരുപ്പതി ബാലാജിയുടെ അമ്പലം പോലത്തെ അമ്പലമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു അമ്പലത്തിൽ പോകാനും തൊഴാനും ഒക്കെ ആയിട്ട്.